my dear children? Did you study the last class about our fingers? सबसे श्रेष्ठ कौन? In this lesson, in that lesson we studied എന്താണ് ഏകദാക്ക മഹത്ത്, ഒരുമിച്ച് നിൽക്കുന്നതിന്റെ മഹത്വത്തെ കുറിച്ച് പഠിച്ചല്ലേ, ഏകദാക്ക മഹത്ത്. So we studied the name of our fingers, 5 fingers: angutha, tarjini, madhyama, anamika, kanishta. അല്ലേ? തമ്പിന് എന്താ പറയുന്നത്? തം ഫിംഗറിന് അങ്കുഠ, ഇൻഡെക്സ് ഫിംഗറിനോ തർജിനി, മിഡിൽ ഫിംഗർ മധ്യമ, റിംഗ് ഫിംഗർ അനാമിക, ആൻഡ് ലിറ്റിൽ ഫിംഗർ സ്മോൾ ഫിംഗർ കനിഷ്ഠ. We learned the name of these fingers and we learned the duty of these fingers also, right? Importance of these fingers. Thumb अंगूठा हस्ताक्षर का काम देती है. तर्जनी पर श्री कृष्ण ने सुदर्शन चक्र धारण किया और संकेतन द्वारा रास्ता दिखाती है और डराना धमकाने का काम देते हैं. और मध्यमा सबसे बड़ी और सबसे लंबी है. और अनामिका को रिंग फिंगर कहते हैं. सब लोग अनामिका को अंगूठी से सजाते हैं, मोदे मिटाने ഒരുക്കുന്നു. और लिटिल फिंगर सबसे पतली, दुबली അല്ലേ, एकदम छोटी, ഏറ്റവും ചെറുതുമാണ് അല്ലേ. So today we are going to study another chapter, ഗഠരു ഗദ. ഇച്ചിരി പാഠം സ്പീഡിൽ പോവുകയാണ്, ആരും വിഷമിക്കേണ്ട. നമുക്ക് റിവിഷൻ സമയത്ത് നല്ലോണം റിവൈസ് ചെയ്യാം. അപ്പം എല്ലാവരും ടീച്ചറിൻ്റെ കൂടെ തന്നെ പഠിച്ച് വരിക. നമുക്ക് റിവിഷൻ സമയത്ത് നല്ലപോലെ നമുക്ക് റിവിഷൻ ചെയ്യാം കേട്ടോ. പാഠം തീർത്ത് വയ്ക്കാം. നമുക്ക് റിവിഷൻ സമയത്ത് പാഠം തീർത്ത് വെച്ചാലോ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ടീച്ചർ സ്പീഡിൽ പോകുന്നത്. ഓക്കെ. ലെസൺ 12 പാർട്ട് 12 ഗഠരു ഗദ. പാർട്ട് 12 गठरू गदा. Gatha means, what is gatha? Gatha means donkey. ആസ് കഴുത അല്ലേ, ആസ് എന്ന് പറയും. കഴുത, കോവർ കഴുത അല്ലേ, കോവർ കഴുത. Okay, so in this lesson explains, right? In this lesson discuss about soch samskar kaam karna. നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ജോലി ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. और गलतियों को न दोहराना, മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും. നമ്മൾ തെറ്റുകൾ സംഭവിച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യരുത്, അതിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യരുത്, ആവർത്തിക്കരുത്. നമുക്കിപ്പോൾ തെറ്റ് സംഭവിച്ചെങ്കിൽ നമ്മൾ തന്നെ പിന്നെയും ആ തെറ്റ് തന്നെ ചെയ്യരുതെന്ന്, തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുക. അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഓക്കെ, സോ ലെറ്റ് us go through the lesson. एक व्यापारी था. वह एक जगह से सामान खरीदता और दूसरी जगह बेच देता. उसके पास एक गधा था जिसका नाम था गटरू. व्यापारी उसी पर सारा सामान लाद कर लाता और ले जाता. एक दिन व्यापारी ने सुना कि बाजार में नमक बहुत कम दाम में बिक रहा है. उसने बहुत सा नमक खरीदा और गट्टू की पीठ पर लाद दिया. मतलब മനസ്സിലായോ? एक व्यापारी था. एक व्यापारी means businessman. एक व्यापारी means businessman. व्यापारी businessman. एक व्यापारी था. There was a
businessman. There was a businessman. वह एक जगह से सामान खरीदता और दूसरी जगह बेच देता. वह ആ ബിസിനസ്മാൻ, വഹ് മീൻസ് ഹി एक जगह से ഒരു സ്ഥലത്ത് നിന്ന് സാമാൻ, സാമാൻ മീൻസ് ഗുഡ്സ്, സാധനങ്ങൾ, സാമാൻ, ഗുഡ്സ്. एक जगह से सामान खरीदता और दूसरे जगह വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ബേച്ച് ദേത്ത. ബേച്ചന മീൻസ് ടു സെൽ, വിറ്റിരുന്നു. ഖരീദന വാങ്ങുക, ബേച്ചന വിൽക്കുക. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഒരു സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് വിറ്റിരുന്ന ബിസിനസ്മാൻ ആയിരുന്നു. ഉസ്കെ പാസ് ഏക് ഗദ ഥാ. उसके पास एक गधा था. he had a ass, ഗധ, ഡോങ്കി. അദ്ദേഹത്തിന് ഒരു കഴുതി ഉണ്ടായിരുന്നു. ജിസ്കാ നാം താ ഗഡരു. അവന്റെ പേരെന്തായിരുന്നു? ഗഡരു എന്നാണ് അവന്റെ പേര്. വ്യാപാരി ഉസി പർ സാരാ സാമാൻ ലാദ് കർ ലാത്ത और ले जाता. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ ബിസിനസ്മാൻ, വ്യാപാരി എന്ത് ചെയ്യുന്നു? വ്യാപാരി ഈ ഗധയുടെ പുറത്ത് എല്ലാ സാധനങ്ങളും ലാദ്കാർ കെട്ടിവെച്ച് കൊണ്ടുവരികയും ലേ ജാത്ത കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. നമ്മൾ സാധാരണ കഴുതുകൾ ഉപയോഗിക്കുന്നില്ലേ? എന്താ ഉപയോഗിക്കുന്നത്? നമ്മള് സാധനങ്ങൾ കൊണ്ടുവരാനും കൊണ്ടുപോകാനും അല്ലെ. പണ്ടത്തെ കാലത്ത് ഇതുപോലെ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ. കഴുത, ഒട്ടകം, കാള ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്ത് ചെയ്തിരുന്നു? വ്യാപാരി ഉസീപ്പർ, വ്യാപാരി ഈ കഴുതയുടെ പുറത്ത് എല്ലാ സാധനങ്ങളും കെട്ടിവെക്കുകയും എന്നിട്ട് കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഏക് ദിൻ വ്യാപാരിനെ സുന. ഒരു ദിവസം ഈ വ്യാപാരി കേട്ടു എന്ത്? കി ബാസാർ മേ നമക് ബഹുത് കം ദാം മേ ബിക് രഹാ ഹൈ. ഒരു ദിവസം ഈ വ്യാപാരി കേട്ടു ബാസാർ, ബാസാർ മീൻസ് മാർക്കറ്റ്, ബാസാർ. बाजार मार्केट. एक दिन व्यापारी ने सुना. ഈ വ്യാപാരി കേട്ട് എന്താ കേട്ടത്? बाजार में മാർക്കറ്റിൽ नमक बहुत कम दाम में मिल रहा है, बिक रहा है. ആ മാർക്കറ്റില് ഉപ്പ്, നമക് മീൻസ് സാൾട്ട്, നമക്, നമക്, നമക് മീൻസ് സാൾട്ട്. एक दिन व्यापारी ने सुना कि बाजार में नमक बहुत कम दाम में, വളരെ കുറഞ്ഞ വിലയ്ക്ക് ബിക് രഹാ ഹേ, വിറ്റുകൊണ്ടിരിക്കുന്നു കേട്ടു. उसने बहुत सा नमक खरीदा. उसने बहुत सा, അതെ അവൻ എന്ത് ചെയ്തു? बहुत सा ഒത്തിരി ഉപ്പ് വാങ്ങിച്ചു. और गडरू की पीठ पर ला दिया. എന്ത് ചെയ്തു? ഈ കഴുതയുടെ ഗഡരുവിന്റെ പുറത്ത് കെട്ടിവെച്ചു. ആര്? വ്യാപാരി. വ്യാപാരി എന്താ കേട്ടത്? മാർക്കറ്റില് ഉപ്പ് വളരെ വില കുറച്ച് വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. അതുകൊണ്ട് ഈ വ്യാപാരി എന്ത് ചെയ്തു? മാർക്കറ്റിൽ പോയി കുറെ ഉപ്പ് വാങ്ങിച്ചല്ലേ. നമ്മളും അങ്ങനെയല്ലേ, വില കുറഞ്ഞ സാധനം കുറെ വാങ്ങിച്ചു വെക്കും. കുറെ ഉപ്പ് വാങ്ങിച്ചു വെച്ച് എന്ത് ചെയ്തു? ഉപ്പ് വാങ്ങിച്ചിട്ട് ഈ ഗഡരുവിന്റെ പുറത്ത് കെട്ടിവെച്ചു അല്ലേ. ആജ് മാലിക്കിനെ, അപ്പൊ ഈ ഗഡരു ഓർക്കുവാണേ, ഗഡരു ചിന്തിക്കുക, ആജ് മാലിക്കിനെ क्या खरीदा है? ये तो इतना भारी है कि मैं उठा भी नहीं सकता. ഗഡരു ചിന്തിക്കുക. ഗഡരു രാസ്തമേ സോച്താ ജാ രഹാ ഥാ. അവൻ വഴി നീളെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എന്താ ചിന്തിച്ച്? ആജ്, ആജ് മീൻസ് ടുഡേ, ഓപ്പോസിറ്റ് കൽ, ടുമോറോ. ടുമോറോ, കൽ ഹാസ് ടു മീനിങ്സ്. ടുമോറോ, യെസ്റ്റർഡേ. ഇന്നലേക്കും കൽ എന്നാണ് പറയുന്നത്. ടുമോറോ, നാളേക്കും കൽ എന്നാണ് പറയുന്നത്. കൽ, ആജ്, കൽ, ഓപ്പോസിറ്റ്. നോട്ട് ഡൗൺ വിത്ത് പെൻസിൽ. അവിടെ പെൻസിൽ ചെയ്ത് വെക്കുക. ആജ് ഓപ്പോസിറ്റ് കൽ. ആജ് മാലിക്കിനെ ക്യാ ഖരീദാ ഹേ? ഇന്ന് യജമാനൻ, മാലിക് മീൻസ് യജമാനൻ, ഓണർ. ഇന്ന് ഈ യജമാനൻ എന്താണ് വാങ്ങിച്ചിരിക്കുന്നത്? ഇത്തന ഭാരി ഹേ, ഇത്രയും വെയിറ്റ് ആണല്ലോ ഇതിന്. എന്റെ പുറത്തേക്കുന്ന സാധനങ്ങൾക്ക്
ഇतना भारी है, എന്ത് വെയിറ്റ് ആണ്, मैं उठा भी नहीं सकता, എനിക്കിത് ചുമന്നുകൊണ്ട് പോകാൻ പോലും പറ്റുന്നില്ല. ഗഡരു രാസ്തേ മേ സോച്താ ജാ രഹാ താ, ഗഡരു വഴിനീളെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എന്താ ആലോചിച്ചുകൊണ്ടിരുന്നത്? എന്റെ യജമാന് എന്താണ് ഇത്രയും ഭാരമുള്ള എന്താണ് വാങ്ങിച്ചിരിക്കുന്നത്, എനിക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റുന്നില്ലോ എന്നാണ് ഗഡരു ചിന്തിച്ചത്. ഗഡരു കിസി തരഹ് പൈർ ഘസീട്ടാ ഹുവാ അപ്പനെ മാലിക് കെ സാത്ത് ധീരെ ധീരെ ബെഠ്നെ ലഗേ. പാവം കരുതല്ലേ, അവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഗഡരു കിസി തരഹ് എങ്ങനെയൊക്കെയോ, പൈർ പൈർ മീൻസ് ലെഗ്, ഘസീട്ടാ ഹുവാ വിറച്ചുകൊണ്ട്, കാലുകൾ വിറച്ചുകൊണ്ട്, അപ്പനെ മാലിക് കെ സാത്ത് ധീരെ ധീരെ ബെഠ്നെ ലഗേ, തന്റെ യജമാന്റെ കൂടെ പതുക്കെ 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 മുന്നോട്ട് മുന്നോട്ട് പോയി. കുച്ച് ദൂരി പർ കുറച്ചങ്ങ് പോയപ്പോഴത്തേക്കും ഏക് നദി ഥി, there was a river, അവിടെ ഒരു നദി ഉണ്ടായിരുന്നു. वे उसे पार करने लगे कि अचानक गडरू फिसलकर पानी में गिर गया. वे ഉസെ പാർ കർണേ ലഗെ. പണ്ടൊന്നും ഇന്നത്തെ പോലത്തെ പാലങ്ങളൊന്നും ഇല്ല. എന്താണ്, ഒരു തടിക്കഷ്ണമായിരിക്കും അല്ലേ, ഒരു തെങ്ങിന്റെയോ ഒക്കെ തടിക്കഷ്ണം ഇങ്ങനെ നദിയുടെ കുറിയിട്ടേക്ക് അത് കടന്ന് നമ്മൾ പോവാൻ. വേ ഉസെ പാർ കർണേ ലഗേക്ക്, അവർ നദി മുറിച്ച് നദി കടക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴത്തേക്കും അച്ചാനക്, അച്ചാനക് മീൻസ് സഡൻലി, സഡൻലി അച്ചാനക്, അച്ചാനക് മീൻസ് സഡൻലി പെട്ടെന്ന്, അച്ചാനക് സഡൻലി. വേവ്സെ പാർ കർണേ ലഗേ, അവരതിനെ മറികടക്കാൻ തുടങ്ങിയപ്പോൾ അച്ചാനക് സഡൻലി ഗഡരു ഫിസൽക്കർ പാനി മേ ഗിർ ഗയാ. ഈ ഗഡരു ഫിസൽക്കർ തെന്നി പാനി മേ ഗിർ ഗയാ, എങ്ങോട്ട് വീണു? നദിയിലെ വെള്ളത്തിലേക്ക് വീണു. കിസി തര വ ഉഠ, പാവം അല്ലേ, പുറത്ത് മുഴുവൻ കെട്ടാണ്. എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് വീണു. എന്ത് ചെയ്യൂ? കിസി തര ഉഠ, അവനെങ്ങനെയൊക്കെയോ എഴുന്നേറ്റു. ഗഡരുക്കോ ലഗാക്കി പീഠ് കാ ബോझ് ബഹുത് കം ഹോ ഗയാ ഹെ. അപ്പോ ഒരു അത്ഭുതം സംഭവിച്ചത്. അത്ഭുതം സംഭവിച്ചേ, ഗഡരുക്കോ ലഗാക്കി, ഗഡരു തോന്നി, എന്താ തോന്നിയത്? കി പീഠ് കാ ബോझ്, അവന്റെ പുറത്തെ, ബോझ് മീൻസ് ലഗേജ്, ബോझ്, ബോझ് മീൻസ് ലഗേജ്. അപ്പൊ ഗഡരുക്കോ ലഗാ, ഗഡരു തോന്നി, പീഠ് കാ ബോझ് ബഹുത് കം ഹോ ഗയാ ഹെ, വളരെ കുറഞ്ഞിരിക്കുന്നു. ബഹുത് ഖുശ് ഹുവാ, അവന് വളരെ ഹാപ്പി ആയി. എന്തുകൊണ്ടാ കുറഞ്ഞത്? പുറത്തെ അവൻ മാജിക്കായിരുന്നോ? അല്ല, അവൻ കാല് കഴിഞ്ഞ് വെള്ളത്തിൽ ചാടിയപ്പോ അവന്റെ പുറത്ത് എന്താ ഇരുന്നിരുന്നേ? ഉപ്പ അല്ലേ. ഉപ്പ് വെള്ളത്തിൽ സംഭവിക്കും, അലിഞ്ഞു പോകും. അപ്പൊ അവന്റെ കെട്ടിന്റെ ഭാരം കുറഞ്ഞു അല്ലേ, കെട്ടിന്റെ ഭാരം കുറഞ്ഞു. ബഹുത് ഖുശ് ഹുവാ, അവൻ വളരെ ഹാപ്പിയായി. कुछ दिन बाद വ്യാപാരി फिर गडरू को साथ लेकर नमक खरीदने गया. പിന്നെ ഒരു ദിവസം എന്ത് ചെയ്തു? വ്യാപാരി ഗഡരുവിനെ കൊണ്ട് ഉപ്പ് വാങ്ങാൻ വേണ്ടി പോയി. ഇസ് ബാർ ഭി ബോझ് ബഹുത് അധിക था. ഇപ്രാവശ്യവും ലഗേജ്, ബോझ് മീൻസ് ലഗേജ്, ബഹുത് അധിക था, കുറച്ച് കൂടുതലായിരുന്നു. जब गडरू नदी पार करने लगा तो वह जानबूझकर फिर उसी जगह पर फिसला. അവൻ എന്ത് ചെയ്തു? നദി മുറിച്ച് കടന്നപ്പോ എന്ത് ചെയ്തു? അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ജാൻബൂസ്കർ മീൻസ് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അവൻ വെള്ളത്തിലേക്ക് ചാടി. കഥാനാസ്ഥ ഓർമ്മയുണ്ട്, ചാടിയപ്പോ ലഗേജ് കുറഞ്ഞിരുന്നല്ലേ. അവൻ എന്ത് ചെയ്തു? ഇപ്രാവശ്യം എന്ത് ചെയ്തു? ജാൻബൂസ്കർ അറിഞ്ഞുകൊണ്ട് തന്നെ നദി പാർ കർണേ ലഗാ, ഉസി ജഗ ഫിർ ഫിസല, ആ സ്ഥലത്ത് അവൻ വഴുതി വെള്ളത്തിലേക്ക് വീണു. നമക് നദി കെ പാനി മേ ഖുൽ ഗയാ और उसकी पीठ का भार कम हो गया. നമക് ഉപ്പ് നദിയിലെ വെള്ളത്തിൽ കുതിർന്ന് അവന്റെ പുറത്തെ ഭാരം കുറഞ്ഞു. വ്യാപാരി ഗദയ്ക്ക് ചാലാക്കി സമझ गया. ചാലാക്ക് ക്ലവർന സൂത്രം. വ്യാപാരിക്ക് ഈ കഴുതയുടെ സൂത്രം മനസ്സിലായി. വഹ് और मन ही मन कहा, മനസ്സിൽ പറഞ്ഞു.
ठीक है, मैं भी इस आलस्य गधे को सबक सिखाऊंगा. ഞാൻ ഈ മടിയനായ കഴുതയെ പാഠം പഠിപ്പിക്കും. इसने मेरा बहुत नुकसान किया है. ഇവന് എനിക്ക് കുറെ നഷ്ടം വരുത്തിയിട്ടുണ്ട്. നുക്സാൻ മീൻസ് ലോസ്. നുക്സാൻ ലോസ്. ഇവൻ എനിക്ക് കുറെ നഷ്ടം വരുത്തിയിട്ടുണ്ട്. അഗലി ബാർ വ്യാപാരിനെ കുച്ച് റൂയി ഖരീദി. അപ്പൊ എന്ത് ചെയ്തു? ഇയാൾക്ക് മനസ്സിലായല്ലേ, ബിസിനസ്മാൻ വ്യാപാരിക്ക് മനസ്സിലായി ഈ കഴുത അല്ലെങ്കിൽ ഈ കവർ കഴുത അറിഞ്ഞുകൊണ്ടാണ് എന്ത് വെള്ളത്തിൽ വീഴുന്നത് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അടുത്ത പ്രാവശ്യം കുറച്ച് റൂയി ഖരീദി, കോട്ടൺ വാങ്ങിച്ചു. പഞ്ഞി, റൂയി. റൂയി മീൻസ് കോട്ടൺ. റൂയി. रूई खरीदी और गधे की पीठ पर लाद दी. കഴുതയുടെ പുറത്ത് കെട്ടിവെച്ചു. ഗഡരു ने सोचा, കഴുത ഓർത്തു, इस बार बहुत कम है, इस बार भार बहुत कम है. ഇപ്രാവശ്യം ഭാരം വളരെ കുറവാണല്ലോ. पानी में खुलकर तो ये और भी कम हो जाएगा. വെള്ളത്തിൽ വീഴുകയാണെങ്കിൽ ഇനിയും ഭാരം കുറഞ്ഞു ചിന്തിച്ചു. ഉപ്പ് കെട്ടി വെച്ചപ്പോൾ ഭാരം കൂടുതലായിരുന്നു. വെള്ളത്തിൽ വീണപ്പോഴോ ഭാരം പിന്നെയും കുറഞ്ഞു, പിന്നെ ഒത്തിരി കുറഞ്ഞല്ലേ. പക്ഷേ ഇപ്രാവശ്യമോ പുറത്ത് നിന്നപ്പോൾ തന്നെ ഭാരമില്ല. വെള്ളത്തിൽ വീഴുമ്പോൾ ഇനിയും ഭാരം കുറയുന്ന ആര് വിചാരിച്ചു? കഴുത വിചാരിച്ചു. ഗഡരു മൻ ഹി മൻ ഖുശ് ഹുവാ. ഗഡരു മൻ ഹി മൻ ഖുശ് ഹുവാ. അവർ മനസ്സ് സന്തോഷിച്ചു. വഹ നദി കെ പാസ് പഹുച്ച്കർ ജാൻ പൂച്ച്കർ പാനി മേ ഗിർ ഗയാ. അവ നദിയുടെ അടുത്തെത്തി. എന്നിട്ടോ ജാൻ പൂച്ച്കർ അറിഞ്ഞുകൊണ്ട് പാനി മേ ഗിർ ഗയാ വെള്ളത്തിലേക്ക് വീണു. ധീരെ ധീരെ റൂയി മേ പാനി ഭർനെ ലഗ. പഞ്ഞി വെള്ളത്തിൽ സംഭവിക്കുന്നേ, അത് വെള്ളം കുടിക്കുമല്ലേ, ആ വെള്ളം അങ്ങോട്ട് നിറയും. ധീരെ ധീരെ, ധീരെ ധീരെ മീൻസ് സ്ലോലി, പതുക്കെ പതുക്കെ. റൂയി മേ പാനി ഭർനെ ലഗ. ഈ പഞ്ഞിക്കകത്ത് വെള്ളം നിറഞ്ഞു തുടങ്ങി. അധിക ഭാരി ഹോത്തി ഗയി. ഒത്തിരി ഭാരമുള്ളതായി പോയി, വെയിറ്റ് ഉള്ളതായി തീർന്നു. अब गडरू ने सोचा, ओहो हे क्या हुआ, ഓഹോ എന്നെ പറ്റി, मैं तो बोझ चुका जा रहा हूं. ഞാൻ ഈ കനം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ലഗേജ് കൊണ്ട് ഞാൻ ചുക്കാ ജാ രഹാ ഹും, വീഴാൻ പോകുന്നു, തലകുനിച്ച് വീഴാൻ പോകുന്നു. രാസ്തേ മേ ഹി ബഹുത് थक गया. അവൻ വഴിയിൽ വെച്ച് തന്നെ ബഹുത് थक गया. थकना മീൻസ് ടയേർഡ്, ഒത്തിരി ക്ഷീണിച്ചു. किसी तरह धीरे धीरे चलता और वह घर पहुंचा. അവൻ എങ്ങനെയൊക്കെയോ പതുക്കെ പതുക്കെ നടന്ന് എന്ത് ചെയ്തു? അവൻ ഘർ പഹുഞ്ച, വീട്ടിലെത്തിച്ചേർന്നു. മനസ്സിലായോ? അവൻ തെറ്റുകൾ പിന്നെയും പിന്നെ ആവർത്തിച്ചുകൊണ്ടാണ് സംഭവിച്ചത് അല്ലേ. അത് യജമാനന് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു? അവന്റെ തെറ്റുകൾക്ക് ഒരു പണിഷ്മെന്റ് കൊടുത്താണത്. എന്ത്? പഞ്ഞി വാങ്ങിച്ചല്ലേ. സോ ദി ലെസൺ ഈസ് ഓവർ. ലെറ്റ് us go through the exercise. എല്ലാവരും എന്ത് ചെയ്യണം? പാഠം നല്ലപോലെ വായിക്കണം. എക്സസൈസ് ലിസ്റ്റ് തരുന്നു, പക്ഷെ ഞാൻ മുന്നേ എന്ത് ചെയ്യണം? പാഠം നല്ലതുപോലെ വായിക്കണം. എന്നാലേ ഉള്ളൂ കഥ മനസ്സിലാവുകയുള്ളൂ. കഥ മനസ്സിലായാലേ ഉള്ളൂ നമുക്ക് വേർഡ് മീനിങ്ങും എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ട്രൂ ഓർ ഫോൾസ് ഒക്കെ എഴുതാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വേർഡ് മീനിങ് നോക്കിയേ. വേർഡ് മീനിങ്: വ്യാപാരി, ബിസിനസ്മാൻ. സാമാൻ, ഗുഡ്സ്. അച്ചാനക്, സഡൻലി. ബോട്ട്, ലഗേജ്. जानबूझकर, इंटेंशनली. चालाकी, क्लेवरनेस. आलसी, लेजी. रुई, कॉटन. नेक्स्ट प्रश्नों के उत्तर दे. आंसर दिस क्वेश्चंस. फर्स्ट क्वेश्चन, गडरू किसका नाम था? फर्स्ट क्वेश्चन, गडरू किसका नाम था? गडरू
व्यापारी के गधे का नाम था। गठरू गठरू व्यापारी के गधे का नाम था। गडरू വ്യാപാരി के गधे का नाम था। വ്യാപാരിയുടെ കഴുതയുടെ പേരായിരുന്നു ഗഠരു। വ്യാപാരി के गधे का नाम था। गठरू किसका नाम था? गडरू व्यापारी के गधे का नाम था। एक दिन व्यापारी ने क्या सुना? एक दिन ഒരു ദിവസം व्यापारी ने क्या सुना? एक दिन व्यापारी ने सुना कि बाजार में नमक बहुत कम दाम में बिक रहा है। एक दिन व्यापारी ने सुना कि बाजार में नमक एक दिन व्यापारी ने सुना कि बाजार में नमक बहुत कम दाम में मिल रहा है അല്ലെങ്കിൽ बिक रहा है मिल रहा है। एक दिन व्यापारी ने सुना कि बाजार में नमक बहुत कम दाम में मिल रहा है। അതാണ് ആര് കേട്ടത്? വ്യാപാരി കേട്ടത്। एक दिन व्यापारी ने क्या सुना? അടുത്ത गडरू कौन सा सामान उठा नहीं पा रहा था? എന്തായിരുന്നു ഗഡുവിന് പൊക്കാൻ പറ്റാത്തത്? ഗഡുരു को नमक उठा नहीं पा रहा था। ഉപ്പ് അപ്പൊ എങ്ങനെ വെയിറ്റ് ആണ് എടുക്കാൻ പറ്റില്ല അല്ലേ? ഗഡുരു को नमक उठा नहीं पा रहा था। नमक उठा नहीं पा रहा था। नेक्स्ट गडरू की पीठ का भार कम कैसे हो गया? ഗഡരുവിന്റെ പുറത്തെ ഭാരം എങ്ങനെയാണ് കുറഞ്ഞു കിട്ടിയത്? नमक पानी में घुल जाने के कारण गडरू की पीठ का भार कम हो गया। അല്ലേ? ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോയത് കാരണമാണ് എന്ത്? ഗഡരുവിന്റെ പുറത്തെ ഭാരം കുറഞ്ഞത് അല്ലേ? नमक पानी में Fourth question, नमक पानी में खुल जाने के कारण नमक पानी में खुल जाने के कारण गडरू की पीठ का भार कम हो गया।
नमक पानी में खुल जाने के कारण आंसर आട്ടോ नमक पानी में खुल जाने के कारण गडरू की पीठ का भार कम हो गया ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോയത് കാരണം എന്താണ് ഗഡരുവിന്റെ പുറത്തെ ഭാരം കുറഞ്ഞു പോയി കുൽ ഭാർ കം ഹോ ഗയാ നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് വേർഡ് ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ് ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് കംപ്ലീറ്റ് ദ സെന്റൻസ് പൂർത്തിയാക്കുക देखिए सबसे पहले मालिक ने गडरू की पीठ पर डैश लादा ആദ്യത്തെ ഏറ്റവും ആദ്യം എന്താണ് കൊണ്ടുവന്നിരുന്നത് പുറത്ത് കെട്ടി വെച്ച് നമക് അല്ലെ ഉപ്പാണ് നമക് ലാധ നമക് നെക്സ്റ്റ് ഗഡരു ഡാഷ് മേ ഫിസൽ കർ ഗിർ ഗയ എവിടെയാണ് തെന്നി വീണത് നദി മേ ഗഡരു नदी में फिसल कर गिर गया नदी में फिसलने पर गडरू का डैश कम हो गया വെള്ളത്തിൽ വീഴുന്ന ഗഡരുവിന്റെ എന്താണ് കുറഞ്ഞു പോയത് ബോച്ച് ലഗേജ് അല്ലേ ബോച്ച് कम हो गया ഡാഷ് ഗഡരു की चालाकी समझ गया ആർക്കാണ് ഗഡരുവിന്റെ സൂത്രം മനസ്സിലായത് വ്യാപാരിക്കോ അല്ലേ വ്യാപാരിക്ക് മനസ്സിലായി വ്യാപാരി ഗഡരു की चालाकी समझ गया नेक्स्ट हाँ या नहीं में उत्तर दे ഗഡരു ബുദ്ധിമാനായിരുന്നു ആണോ നഹി അല്ലേ ബുദ്ധിമാനായിരുന്നെങ്കിൽ പിന്നെ തെറ്റുകൾ ആവർത്തിക്കില്ലായിരുന്നു അല്ലേ നഹി नेक्स्ट व्यापारी व्यापार के काम में गडरू का उपयोग करता था വ്യാപാരി വ്യാപാര ആവശ്യത്തിനായിട്ടാണ് ഗഡരുവിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതെ അല്ലേ വ്യാപാര ആവശ്യത്തിനായ ലഗേജുകൾ ചുമക്കാൻ വേണ്ടിയാണ് നെക്സ്റ്റ് गडरू ने व्यापारी के साथ चालाकी की गडरू ने व्यापारी के साथ ഗഡരു വ്യാപാരിയോട് സൂത്രം കാണിച്ചു വ്യാപാരി ഗഡരു की चालाकी नहीं समझ गया വ്യാപാരിക്ക് ഈ ഗഡരുവിന്റെ സൂത്രം മനസ്സിലായില്ല മനസ്സിലായല്ലേ അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് രണ്ടാമത് പഞ്ഞി വാങ്ങിച്ചത് ഗഡരു को अपनी चालाकी की സജാ മിലി ശിക്ഷ കിട്ടി അല്ലേ അവൻ എന്ത് പറ്റി അവൻ പഞ്ഞി വാങ്ങിച്ചപ്പോ പിന്നെ എന്ത് ചെയ്തു വെള്ളത്തിൽ വീണു വെള്ളത്തിൽ പഞ്ഞി എന്ത് സംഭവിച്ചു കുതിർന്നു അതുകൊണ്ട് അവന്റെ ലഗേജിന് ഭാരം കൂടി അവനൊത്ത് ടയേർഡായല്ലേ कौन समूह से अलग है लिखे which word in odd one out ഇവിടെ കുറെ കൊടുത്തിട്ടുണ്ട് അതിൽ ഓട് വൺ എഴുതുക ഓക്കെ ഗധ ഘോഡ ഗായ ഊണ്ട് മച്ചലി ഇതിലെ ഗധ ഈസ് ദ നെയിം ഓഫ് എ ആനിമൽ ഘോഡ ഹോഴ്സ് ഗായ കൗ ഊണ്ട് camel machali fish fish lives in water others live on land അല്ലേ ബാക്കിയുള്ളതെല്ലാം കരയിലും മച്ചലി ഫിഷ് വെള്ളത്തിലുമാണ് വളരുന്നത് ആലു പൊട്ടാറ്റോ ടൊമാറ്റോ ഗാജർ ക്യാരറ്റ് ആം മാംഗോ പാലക് സ്പിനാച്ച് ഇതിലാണ് ഓഡ് വൺ ആം ഈസ് ദ നെയിം ഓഫ് എ ഫ്രൂട്ട് others vegetable aam is the name of a fruit mango kamal lotus gulab marigold rose neem means neem alle lily flower chameli jasmine ഇതിലേതാണ് വ്യത്യാസം neem is a medicinal plant
others are flowers. Name. Next, koel, cuckoo, tota, parrot, more, peacock, gulab, rose, maina. Gulab is the name of a flower. Others are birds. Gulab is the odd one. Gulab. Okay. Next. Next again. मैं या मेम की खाली जगह में भरे. मेम ആദ്യത്തെ മേമിന്റെ അർത്ഥം ഇൽ. ഈ മേമോ ഐ. നോക്കിയേ, ഗഡരു രാസ്തേ മേം സോച്താ ജാ രഹാ താ. ആ ഗഡരു വഴിയിൽ ആലോചിച്ചു കൊണ്ടേയിരുന്നു. അടുത്ത നോക്കിയേ, ഡാഷ് തോ ബോച്ച് സേ ചുകാ ജാ രഹാ ഹൂം. ഡാഷ് അവിടെ എന്തായിരിക്കും വരുന്നത്? ഞാൻ അല്ലേ? ഞാൻ ഭാരം കൊണ്ട് തളർന്നു വീട് പോകുന്നു. മേം ആദ്യത്തെ ഫസ്റ്റ് വൺ ദിസ് മേം, സെക്കൻഡ് വൺ മേം ഞാൻ. മേം ബോച്ച് സേ ചുകാ ജാ രഹാ ഹൂം. യഹ് തോ ഇത്നാ ഭാരി ഹേ. ഇത്രയും ഭാരമാണ്. കി എന്നാൽ മേ ഉഠാ ഭി നഹി സക്താ. കീ കഴിഞ്ഞാൽ ഏത് മേമായിരിക്കും? ഞാൻ എന്നുള്ള മേമായിരിക്കും. മേ ഉഠ എനിക്കിത് പൊക്കാൻ പോലും സാധിക്കില്ല. കി മേ ഉഠാ ഭി നഹി സക്താ ഹൂം. നമക് ബഹുത് കം ദാം മേം. വിലയിൽ, വളരെ കുറഞ്ഞ വിലയിൽ. എവിടെ ഏത് മേമാണ്? ഒരു വരെ കുത്തും അല്ലേ? नमक बहुत कम दाम में बिक रहा था. दाश इस आलसी को सबक सिखाकर रहूंगा. मैं ഞാൻ. ഫസ്റ്റ് ഡാഷ് വരുന്ന ഏത് മേമായിരിക്കും? ഞാൻ എന്നുള്ള മേമാട്ടോ. രണ്ട് വരെ കുത്തുവാണേ. മേ इस आलसी गधे को एक सबक सिखाऊंगा. ഞാൻ ഈ മടിയനായ കഴുതയെ ഒരു പാഠം പഠിപ്പിക്കും. Okay, so the lesson is over. You want to write the word meaning here, question answer, and may या may लिखकर खाली जगह भरो. അത് നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഏതൊക്കെയാണ്? വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 5, എക്സസൈസ് നമ്പർ 5ഉം 1ഉം നോട്ട്ബുക്കിലേക്ക് എഴുതുക. ബാക്കി ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കുക. So let us wind up the class. Thank you. Have a nice day.